أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا من يا رب العالمين. اللهم صل على محمد وعلى آل محمد. الحمد لله. ഇൻഷാല്ല ബീത്തില്ല നമ്മൾ സൂറത്തിൽ യൂസഫ് 21-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ എടുക്കാനുള്ളത്. ഈ ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തിൽ യൂസഫ്, സൂറത്തിൽ റായത്തും സൂറത്തിൽ ഇബ്രാഹിമും കൂടിയാണ് എടുക്കാനുള്ളത്. ഇൻഷാല്ല കഴിയുന്നത് പോലെ പൂർത്തീകരിക്കാം ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൂസഫ് അലൈഹി ഇസ്ലാമിനെ ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് പിന്നെ അടിമ കച്ചവടത്തിലേക്ക് അദ്ദേഹത്തിനെ ഒരാൾ വിൽക്കുകയും പിന്നീട് അദ്ദേഹം ഈജിപ്തിലൊരു വലിയൊരാളുടെ കയ്യിലേക്ക് അത് എത്തുകയാണ്. ആ സമയത്തുള്ള ഭാഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈജിപ്തിൽ നിന്ന് അവനെ യൂസഫിനെ വിലക്കെടുത്ത ആൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക. അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ മകനായി സ്വീകരിക്കാം. അപ്രകാരം യൂസഫിന് നാം ആ ഭൂപ്രദേശത്തെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. വാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണത്. അള്ളാഹു അവൻ തന്റെ കാര്യം ജയിച്ചടക്കുന്നവനത്രേ, പക്ഷെ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ അദ്ദേഹത്തിന് നാം യുക്തിബോധം അറിവ് നൽകി. സുകൃതം ചെയ്യുന്നവർക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു. അവൻ യൂസഫ് ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കാൻ ശ്രമം നടത്തി. വാതിലുകൾ അടച്ചു പൂട്ടിയിട്ട് അവൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. അവൻ പറഞ്ഞു, അള്ളാഹുൽ ശരണം, തീർച്ചയായും അവനാണ് എന്റെ രക്ഷിതാവ്. അവൻ എന്റെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു. തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവൻ വിജയിക്കുകയില്ല. അവൾക്ക് അവനിൽ ആഗ്രഹം ജനിച്ചു. തന്റെ രക്ഷിതാവിന്റെ പ്രമാണം കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവൻ അവളിലും ആഗ്രഹം ജനിച്ചേന്. അപ്രകാരം സംഭവിച്ചത് തിന്മയും നീചവൃത്തിയും അവനിൽ നിന്ന് നാം തിരിച്ചുവിടുന്നതിന് വേണ്ടിയത്രേ. തീർച്ചയായും അവൻ നമ്മുടെ നിഷ്കളങ്കനായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. അവർ രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ പിന്നിൽ നിന്ന് അവന്റെ കുപ്പായം പിടിച്ചു, അത് കീറി. അവർ ഇരുവരും വാതിൽക്കൽ വെച്ച് അവളുടെ നാഥനെ, അതായത് ഭർത്താവിനെ കണ്ടുമുട്ടി. അവൾ പറഞ്ഞു, താങ്കളുടെ ഭാര്യയുടെ കാര്യത്തിൽ ദുരുദ്ദേശം പുലർത്തിയവനുള്ള പ്രതിഫലം അവൻ തടവിലാക്കപ്പെടുക എന്നതോ വേദനയേറിയ മറ്റെന്തെങ്കിലും ശിക്ഷയോ തന്നെയായിരിക്കും. യൂസുഫ് പറഞ്ഞു, അവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമം നടത്തിയത്. അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി, അവന്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ സത്യമാണ് പറഞ്ഞത്. അവനാകട്ടെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ്. എന്നാൽ അവന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ കളവാണ് പറഞ്ഞത്. അവനാകട്ടെ സത്യം പറഞ്ഞവരുടെ കൂട്ടത്തിലാണ്. അങ്ങനെ അവന്റെ യൂസഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ അയാൾ ഗൃഹനാഥൻ തന്റെ ഭാര്യയോട് പറഞ്ഞു, തീർച്ചയായും ഇത് നിങ്ങളുടെ സ്ത്രീകളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങളുടെ തന്ത്രം ഭയങ്കരം തന്നെ. യൂസഫെ, നീ ഇത് അവഗണിച്ചേക്കുക. പെണ്ണെ, നീ നിന്റെ പാപത്തിന് മാപ്പ് തേടുക. തീർച്ചയായും നീ പിഴച്ചുവരുടെ കൂട്ടത്തിലാകുന്നു. നഗരത്തിലെ ചില സ്ത്രീകൾ പറഞ്ഞു, പ്രഭുവിന്റെ ഭാര്യ തന്റെ വേലക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. അവൾ അവനോട് പ്രേമബദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവൾ വ്യക്തമായ പിഴവിൽപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു. അങ്ങനെ ആ സ്ത്രീകളുടെ കുസൃതിയെപ്പറ്റി അവൾ കേട്ടറിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് അവൾ ആളെ അയക്കുകയും അവർക്ക് ചാരിയിരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു. അവരിൽ ഓരോരുത്തർക്കും പഴങ്ങൾ മുറിക്കാൻ അവൾ ഓരോ കത്തി കൊടുത്തു. യൂസഫിനോട് അവൾ പറഞ്ഞു, നീ അവരുടെ മുൻപിലേക്ക് പുറപ്പെടുക. അങ്ങനെ അവനെ അവർ കണ്ടപ്പോൾ അവർക്ക് അവനെപ്പറ്റി വിസ്മയം തോന്നുകയും അവരുടെ സ്വന്തം കൈകൾ അവർ തന്നെ അറുത്തു പോവുകയും ചെയ്തു. അവർ പറഞ്ഞു, അള്ളാഹു എത്ര പരിശുദ്ധൻ, ഇതൊരു മനുഷ്യനല്ല, ആദരണീയനായ ഒരു മലക്ക് തന്നെയാണ്. അവൾ പറഞ്ഞു, എന്നാൽ ഏതൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചുവോ അവനാണിത്. തീർച്ചയായും ഞാൻ അവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ സ്വയം കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഞാൻ അവനോട് കൽപ്പിക്കുന്ന പ്രകാരം അവൻ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും അവൻ തടവിലാക്കപ്പെടുകയും നിന്ദ്യരുടെ കൂട്ടത്തിലാക്കപ്പെടുകയും ചെയ്യും. അവൻ യൂസഫ് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഇവർ എന്നെ എന്തെന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാകുന്നു. ഇവരുടെ കുതന്ത്രം എന്നെ വിട്ട് നീ തിരിച്ചു കളയാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും. അങ്ങനെ ഞാൻ അവിവേകികളുടെ കൂട്ടത്തിലായി പോവുകയും ചെയ്യും. അപ്പോൾ അവന്റെ പ്രാർത്ഥന തന്റെ രക്ഷിതാവ് സ്വീകരിക്കുകയും അവരുടെ കുതന്ത്രം അവനിൽ നിന്ന് അവൻ തിരിച്ചു കളയുകയും ചെയ്തു. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. പിന്നീട് തെളിവുകൾ കണ്ടറിഞ്ഞതിന് ശേഷവും
അവർക്ക് തോന്നി അവനെ ഒരു അവധി വരെ തടവിലാക്കുക തന്നെ വേണമെന്ന്. അവനോടൊപ്പം 2 യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമക്കുകയും എന്നിട്ട് അതിൽ നിന്ന് പറവകൾ തിന്നുകയും ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഞങ്ങൾക്ക് താങ്കൾ അതിന്റെ വ്യാഖ്യാനം വിവരിച്ചു തരൂ. തീർച്ചയായും ഞങ്ങൾ താങ്കളെ കാണുന്നത് സദ്വൃത്തരിൽ ഒരാളായിട്ടാണ്. യൂസഫ് പറഞ്ഞു, നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകപ്പെടാറുള്ള ഭക്ഷണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പായി അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല. എന്റെ രക്ഷിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ പെട്ടതത്രേ അത്. അള്ളാഹുൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കാത്തവരുമായിട്ടുള്ളവരുടെ മാർഗം തീർച്ചയായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗം ഞാൻ പിന്തുടർന്നിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. ഞങ്ങൾക്ക് മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ അത് സന്മാർഗദർശനം. പക്ഷെ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. ജയിലിലെ 2 സുഹൃത്തുക്കളെ എത്രാമത്തെ ആയത്താണ്? എത്രാമത്തെ ആയത്ത് മുതലാ? ജയിലിലെ 2 സുഹൃത്തുക്കളെ വ്യത്യസ്തമായ രക്ഷാധികാരികളാണോ ഉത്തമം, അതല്ല ഏകനും സർവാധികാരിയുമായിട്ടുള്ള അള്ളാഹു ആണോ? അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അവയെപ്പറ്റി അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല. വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു. അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. വക്രതയില്ലാത്ത മതമത്രേ. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. 41 മുതൽ നോക്കൂട്ടോ. ആയത്ത് യുസ്രത്തിലെത്തുന്നത്. ജയിലിൽ 2 സുഹൃത്തുക്കൾ ജയിലിലെ 2 സുഹൃത്തുക്കളെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തന്റെ യജമാനെ വീഞ്ഞു കുടിപ്പിച്ചു കൊണ്ടിരിക്കും, എന്നാൽ മറ്റേയാൾ ക്രൂശിക്കപ്പെടും. എന്നിട്ട് അയാളുടെ തലയിൽ നിന്ന് പറവകൾ കൊത്തി തിന്നും. ഏതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇരുവരും വിധി ആരായുന്നുവോ ആ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ 2 പേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ് എന്ന് വിചാരിച്ച ആളോട് അദ്ദേഹം പറഞ്ഞു. യൂസഫ് പറഞ്ഞു, നിന്റെ യജമാന്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കുക. എന്നാൽ തന്റെ യജമാനോട് അത് പ്രസ്താവിക്കുന്ന കാര്യം പിശാച് അവനെ മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം യൂസഫ് ജയിലിൽ താമസിച്ചു. ഒരിക്കൽ രാജാവ് പറഞ്ഞു, തടിച്ചു കൊഴുത്ത 7 പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. 7 പച്ചക്കതിരുകളും 7 ഉണക്കക്കതിരുകളും ഞാൻ കാണുന്നു. പ്രധാനികളെ, നിങ്ങൾ സ്വപ്നത്തിന് ഈ വ്യാഖ്യാനം നൽകുന്നവരാണെങ്കിൽ എന്റെ ഈ സ്വപ്നത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് വിധി പറഞ്ഞു തരൂ. അവർ പറഞ്ഞു, പലതരം പേക്കിനാവുകൾ. ഞങ്ങൾ അത്തരം പേക്കിനാവുകളെ നിങ്ങളുടെ ആ വ്യാഖ്യാനത്തെ പറ്റി അറിവുള്ളവരല്ല. ആ 2 പേരിൽ യൂസഫിന്റെ 2 ജയിൽ സുഹൃത്തുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഒരു നീണ്ട കാലയളവിന് ശേഷം യൂസഫിന്റെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരാം. നിങ്ങൾ അതിനെ എന്നെ നിയോഗിച്ചേക്കൂ. അവർ യൂസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സത്യസന്ധനായ യൂസഫ്, തടിച്ചു കൊഴുത്ത 7 പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്ന കാര്യത്തിലും 7 പച്ചക്കതിരുകളുടെ വേറെ 7 ഉണങ്ങിയ കതിരുകളുടെ കാര്യത്തിലും താങ്കൾ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ജനങ്ങൾ അറിയുവാനായി ആ വിവരവും കൊണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് മടങ്ങാമല്ലോ. യൂസഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായി അല്പം ഒഴിച്ച് ബാക്കി അതിന്റെ കതിരുകളിൽ തന്നെ വിട്ടേക്കുക. പിന്നീട് അതിനുശേഷം പ്രയാസകരമായ 7 വർഷം വരും. ആ വർഷങ്ങൾ അന്നേക്കായി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചതിനെ എല്ലാം തിന്നു തീർക്കുന്നതാണ്, നിങ്ങൾ കാത്തുവെച്ചതിൽ നിന്ന് അല്പം ഒഴികെ. പിന്നീട് അതിനുശേഷം ഒരു വർഷം വരും. അന്ന് ജനങ്ങൾക്ക് സമൃദ്ധി നൽകപ്പെടുകയും അന്ന് അവർ വീഞ്ഞും മറ്റും പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. രാജാവ് പറഞ്ഞു, നിങ്ങൾ യൂസഫിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങനെ തന്റെ അടുത്ത് ദൂതൻ വന്നപ്പോൾ യൂസഫ് പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് സ്വന്തം കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീയുടെ നിലപാട് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക. തീർച്ചയായും എന്റെ രക്ഷിതാവ് അവരുടെ തന്ത്രത്തെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. ആ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് ചോദിച്ചു, യൂസഫിനെ വശീകരിക്കുവാൻ നിങ്ങൾ ശ്രമം നടത്തിയപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അവർ പറഞ്ഞു, അള്ളാഹു എത്ര പരിശുദ്ധൻ, ഞങ്ങൾ യൂസഫിനെ പറ്റി ദോഷകരമായ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പ്രഭുവിന്റെ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹം സത്യവാന്മാരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയുന്നതിന് വേണ്ടിയാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല എന്നതിനാലാകുന്നു. ഞാൻ എന്റെ മനസ്സിന്റെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു. എന്റെ രക്ഷിതാവിന്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ. തീർച്ചയായും എന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ അദ്ദേഹത്തെ എന്റെ ഒരു പ്രത്യേകക്കാരായി എന്നായി സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, തീർച്ചയായും താങ്കൾ ഇന്ന്
നമ്മുടെ അടുക്കൽ സ്ഥാനമുള്ളവനും വിശ്വസ്തനുമാകുന്നു. അദ്ദേഹം യൂസഫ് പറഞ്ഞു, താങ്കൾ എന്നെ ഭൂമിയിലെ ഖജനാവുകളുടെ അധികാരമേൽപ്പിക്കൂ, തീർച്ചയായും ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും. അപ്രകാരം യൂസഫിന് ആ ഭൂപ്രദേശത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് താമസമുറപ്പിക്കാവുന്ന വിധം നാം സ്വാധീനം നൽകി. നമ്മുടെ കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അനുഭവിപ്പിക്കുന്നു. സദ്വൃത്തർക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്ത് പ്രതിഫലമാകുന്നു കൂടുതൽ ഉത്തമം. യൂസഫിന്റെ സഹോദരന്മാർ വന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു, അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ബാപ്പയത്തൊരു സഹോദരൻ നിങ്ങൾക്കുണ്ടല്ലോ, അവനെ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരണം. ഞാൻ അളവ് തികച്ചു തരുന്നുവെന്നും അദ്ദേഹം നല്ല ആതിഥ്യമാണ് ഞാൻ അളവ് തികച്ചു തരുന്നുവെന്നും ഏറ്റവും നല്ല ആതിഥ്യമാണ് ഞാൻ നൽകുന്നതെന്നും നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ അവനെ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്കിനി എന്റെ അടുക്കൽ നിന്ന് അളന്നു തരുന്നതല്ല, നിങ്ങൾ എന്നെ സമീപിക്കേണ്ടതുമല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ അവന്റെ കാര്യത്തിൽ അവന്റെ പിതാവിനോട് ഒരു ശ്രമം നടത്തി നോക്കാം, തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യും. അദ്ദേഹം യൂസഫ് തന്റെ ദൂതന്മാരോട് പറഞ്ഞു, അവർ കൊണ്ടുവന്ന ചരക്കുകളിൽ നിന്ന് ചരക്കുകൾ അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ നിങ്ങൾ വെച്ചേക്കുക. അവർ അവരുടെ കുടുംബങ്ങളെ തിരിച്ചെത്തുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കിക്കൊള്ളും. അവർ ഒരു വേള മടങ്ങി വന്നേക്കാം. അങ്ങനെ അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ കളന്നു തരുന്നത് മുടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരനെയും കൂടി താങ്കൾ അയച്ചു തരണം. എങ്കിൽ ഞങ്ങൾ കളന്നു കിട്ടുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പിതാവ് പറഞ്ഞു, അവന്റെ സഹോദരന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ അവന്റെ കാര്യത്തിൽ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാനാകുമോ? എന്നാൽ അള്ളാഹു ആണ് നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവൻ. അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണ്യവാനാകുന്നു. അവർ അവരുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ ചരക്കുകൾ തങ്ങൾക്ക് തിരിച്ചു നൽകപ്പെട്ടതായി അവർ കണ്ടെത്തി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നമുക്കിനി എന്തു വേണം? നമ്മുടെ ചരക്കുകൾ ഇതാ നമുക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. മേലിലും ഞങ്ങളുടെ കുടുംബത്തിന് ആഹാരം കൊണ്ടുവരാം. ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അളവ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. കുറഞ്ഞ ഒരു അളവാകുന്നു അത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് ഉറപ്പ് നൽകുന്നത് വരെ ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല തന്നെ. നിങ്ങൾ ആപത്തുകളാൽ വലയം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഒഴികെ. അങ്ങനെ അവരുടെ ഉറപ്പ് അദ്ദേഹത്തിന് അവർ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നാം പറയുന്നത് മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 67-ാമത്തെ ആയത്താണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ ഒരേ വാതിലുകളിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിൽ പ്രവേശിക്കുക. അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല. വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു. അവന്റെ മേൽ ഞാൻ ബരമേൽപ്പിക്കുന്നു. അവന്റെ മേൽ തന്നെയാണ് ബരമേൽപ്പിക്കുന്നവർ ബരമേൽപ്പിക്കേണ്ടത്. അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവരിൽ നിന്ന് തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. യാക്കൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആവശ്യം അദ്ദേഹം നിറവേറ്റിയെന്ന് മാത്രം. നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ തീർച്ചയായും അദ്ദേഹം അറിവുള്ളവൻ തന്നെയാണ്. പക്ഷെ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല. അവർ യൂസുഫിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ തന്നിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ. ആകയാൽ അവർ മറ്റു സഹോദരന്മാർ ചെയ്തു വന്നതിനെ പറ്റി നീ ദുഃഖിക്കേണ്ടതില്ല. അങ്ങനെ അവർക്കുള്ള സാധനങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തപ്പോൾ അദ്ദേഹം യൂസുഫ് പാനപാത്രം തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ വെച്ചു. പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, യാത്രാ സംഘമേ, തീർച്ചയായും നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ്. അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യാത്രാ സംഘം പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വന്ന് തരുന്നവന് ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം നൽകുന്നതാണ്. ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. അവർ പറഞ്ഞു, അള്ളാഹുവെ തന്നെയാണ്, ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല. അവർ ചോദിച്ചു, എന്നാൽ നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അവർ പറഞ്ഞു, അതിനുള്ള ശിക്ഷ ഇപ്രകാരം അത്രേ: ഏതൊരുവന്റെ യാത്രാ ഭണ്ഡത്തിലാണോ അത് കാണപ്പെടുന്നത്, അവനെ പിടിച്ചു വെക്കുക, അതിനുള്ള ശിക്ഷ. അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം യൂസഫ് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തേക്കാൾ മുമ്പായി അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി. പിന്നീട് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് അദ്ദേഹം അത് പുറത്തെടുത്തു. അപ്രകാരം യൂസഫിന് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാതെ രാജാവിന്റെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചുവെക്കാൻ പറ്റുമായിരുന്നില്ല. നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തുന്നു. അറിവുള്ളവരുടെ എല്ലാം മീതെ എല്ലാം അറിയുന്നുണ്ട്. സഹോദരന്മാർ പറഞ്ഞു, അവൻ മോഷ്ടിക്കുന്നുവെങ്കിൽ അതിന് അത്ഭുതമില്ല. മുമ്പ് അവന്റെ സഹോദരന് മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്.
എന്നാൽ യൂസഫ് അത് തന്നെ മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു. അവരോട് അദ്ദേഹം അതിന് പ്രതികരണം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, നിങ്ങളാണ് മോശമായ നിലപാടുകാർ. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. അവർ പറഞ്ഞു, പ്രഭു, ഇവന് വലിയ വൃദ്ധനായ ഒരു പിതാവുണ്ട്. അതിനാൽ ഇവന്റെ സ്ഥാനത്ത് നിന്ന് താങ്കൾ ഞങ്ങളിൽ ഒരാളെ പിടിച്ചുവെക്കുക. തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നത് സദ്വൃത്തരിൽപ്പെട്ട ഒരാളായിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുൽ ശരണം. നമ്മുടെ സാധനം ആരുടെ അടുക്കലാണ് നാം കണ്ടെത്തിയോ അവനെയല്ലാതെ നാം പിടിച്ചു വെക്കുകയോ എങ്കിൽ തീർച്ചയായും നാം അക്രമകാരികൾ തന്നെയായിരിക്കും. അങ്ങനെ അവന്റെ സഹോദരനെ പറ്റി അവർ നിരാശരായി കഴിഞ്ഞപ്പോൾ അവർ തനിച്ചു മാറിയിരുന്ന് കൂടിയാലോചന നടത്തി. അവരിൽ വലിയ ആൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളോട് ഉറപ്പ് വാങ്ങിയിട്ടുണ്ടെന്നും യൂസഫിന്റെ കാര്യത്തിൽ മുമ്പ് നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതിനാൽ എന്റെ പിതാവ് എനിക്ക് അനുവാദം തരികയോ അള്ളാഹു എനിക്ക് വിധി തരികയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ ഭൂപ്രദേശം വിട്ടുപോരുകയില്ല. വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനത്രേ അവൻ. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്നിട്ട് പറയൂ, ഞങ്ങളുടെ പിതാവേ, താങ്കളുടെ മകൻ മോഷണം നടത്തിയിരിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അദൃശ്യകാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ പോയിരുന്ന രാജ്യക്കാരും ഞങ്ങളോട് ഇങ്ങോട്ട് ഒന്നിച്ച് യാത്ര ചെയ്ത യാത്രാ സംഘത്തോടും താങ്കൾ ചോദിച്ചു നോക്കുക. തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു. അദ്ദേഹം പിതാവ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. അതിനാൽ നന്നായി ക്ഷമിക്കുക തന്നെ. അവരെ എല്ലാവരെയും അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തന്നേക്കാവുന്നതാണ്. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, യൂസഫിന്റെ കാര്യം എത്ര സങ്കടകരം. ദുഃഖം നിമിത്തം അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും വെളുത്തുപോയി. അങ്ങനെ അദ്ദേഹം ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുകയാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് താങ്കൾ തീർത്തും അവശനായിരിക്കുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുന്നത് വരെ താങ്കൾ യൂസഫിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം പറഞ്ഞു, എന്റെ വേവലാതികളും വ്യസനവും ഞാൻ അള്ളാഹുവോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്നും നിങ്ങൾ അറിയാത്ത ചിലത് ഞാൻ അറിയുന്നുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. അവിശ്വാസികളായ ജനങ്ങളെയല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുകയില്ല തീർച്ച. അങ്ങനെ യൂസഫിന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് അവർ പറഞ്ഞു, പ്രഭു, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു. മോശമായ ചരക്കുകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് അളവ് തികച്ചു തരികയും ഞങ്ങളോട് ഔദാര്യം കാണിക്കുകയും ചെയ്യണം. തീർച്ചയായും അള്ളാഹു ഉദാരമതികൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അറിവില്ലാത്തവരായിരുന്നപ്പോൾ യൂസഫിന്റെയും അവന്റെ സഹോദരന്റെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ ചോദിച്ചു, നീ തന്നെയാണോ യൂസഫ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് യൂസഫ്. ഇതെന്റെ സഹോദരനും. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. തീർച്ചയായും ആ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവോ ആ സദ്വൃത്തർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയേയില്ല തീർച്ച. അവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ്. തീർച്ചയായും അള്ളാഹു നിനക്ക് ഞങ്ങളെക്കാൾ മുൻഗണന നൽകിയിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേലെ ഒരു ആക്ഷേപവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കരുണയുള്ളവരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനാകുന്നു. നിങ്ങൾ എന്റെ ഈ കുപ്പായം കൊണ്ട് പോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടുകൊടുക്കുക. എങ്കിൽ അദ്ദേഹം കാഴ്ചയുള്ളവനായി തീരും. നിങ്ങൾ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊണ്ട് നിങ്ങൾ എന്റെ അടുക്ക് വരികയും ചെയ്യണം. യാത്രാസംഘം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ പിതാവ് അടുത്തുള്ളവരോട് പറഞ്ഞു, തീർച്ചയായും എനിക്ക് യൂസഫിന്റെ വാസന അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്നെ ബുദ്ധിഭ്രമം പറ്റിയവനായി കരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്നതാണ്. അവർ പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ്. തീർച്ചയായും താങ്കളുടെ പഴയ വഴികേടിൽ തന്നെയാണ്. അനന്തരം സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ വന്നപ്പോൾ അയാൾ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചിലത് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ താങ്കൾ പ്രാർത്ഥിക്കണേ. തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എന്റെ രക്ഷിതാവിനോട് ഞാൻ പാപമോചനം തേടാം. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അനന്തരം അവർ യൂസഫിന്റെ മുമ്പാകെ പ്രവേശിച്ചപ്പോൾ യൂസഫ് തന്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾ നിർഭയരായിക്കൊണ്ട് ഈജിപ്തിൽ പ്രവേശിച്ചു കൊള്ളുക. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ രാജപീഠത്തിന്മേൽ കയറ്റിയിരുത്തി. അവർ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട് വീണു. അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവേ, മുമ്പ് ഞാൻ കണ്ട സ്വപ്നം പുലർന്നതാണിത്. എന്റെ രക്ഷിതാവ് അതൊരു യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നു. എന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദർഭത്തിലും എന്റെയും എന്റെ സഹോദരങ്ങളുടെ ഇടയിൽ പിശാച് കുഴപ്പം ഇളക്കി വിട്ടതിന് ശേഷം മരുഭൂമിയിൽ നിന്ന് അവർ നിങ്ങളെ എല്ലാവരെയും
എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിലും അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. തീർച്ചയായും എന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനത്രേ. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. യൂസുഫ് പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവെ, നീ എനിക്ക് ഭരണാധികാരത്തിൽ നിന്ന് ഒരംശം നൽകുകയും സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് ചിലത് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവെ, നീ ഇഹത്തിലും പരത്തിലും എന്നെ രക്ഷാധികാരിയാക്കിയിരിക്കുന്നു. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ. നബിയെ, നിനക്ക് നാം സന്ദേശമായി നൽകുന്ന ആദർശ വാർത്തകളിൽ പെട്ടതത്രേ അത്. യൂസുഫിനെതിരിൽ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പദ്ധതി കൂട്ടി തീരുമാനിച്ചപ്പോൾ നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ നീ അതിയായി ആഗ്രഹിച്ചാലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല. നീ അവരോട് ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലം ചോദിക്കുന്നുമില്ല. ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു. ആകാശങ്ങളും ഭൂമിയും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ! അവയെ അവഗണിച്ചുകൊണ്ട് അവർ അവയുടെ അടുത്ത് കൂടി കടന്നു പോകുന്നു. അവരിൽ അധിക പേരും അള്ളാഹുൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവനായിക്കൊണ്ട് മാത്രമാണ്. അവരെ വലയം ചെയ്യുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അന്ത്യദിനം അവർക്ക് വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണോ? നബിയെ പറയുക, ഇതാണ് എന്റെ മാർഗം. ദൃഢബോധത്തോടു കൂടി അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഞാനും എന്നെ പിൻപറ്റിയവരും. അള്ളാഹു എത്ര പരിശുദ്ധൻ! ഞാൻ അവനോട് പങ്കുചേർക്കുന്ന കൂട്ടത്തിലല്ല തന്നെ. വിവിധ രാജ്യക്കാരിൽ നിന്ന് നാം സന്ദേശം നൽകിക്കൊണ്ടിരുന്ന ചില പുരുഷന്മാരെ തന്നെയാണ് നിനക്ക് മുമ്പ് നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. അവർ അവിശ്വാസികൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയിട്ടില്ലേ? എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ അവർ ഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ദൈവദൂതന്മാർ നിരാശപ്പെടുകയും അവർ തങ്ങളോട് പറഞ്ഞത് കളവാണെന്ന് ജനങ്ങൾ വിചാരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സഹായം അവർക്ക് ദൂതന്മാർക്ക് വന്നെത്തി. അങ്ങനെ നാം ഉദ്ദേശിക്കുന്നവർക്ക് രക്ഷ നൽകപ്പെട്ടു. കുറ്റവാളികളായ ജനങ്ങളിൽ നിന്ന് നമ്മുടെ ശിക്ഷ തടുക്കപ്പെടുകയില്ല. തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട്. അത് കെട്ടിയുണ്ടാക്കാവുന്ന ഒരു വർത്തമാനമല്ല. പ്രത്യുത അതിന്റെ മുമ്പുള്ളതിനെ വേദങ്ങളെ ശരിവെക്കുന്നതും എല്ലാ കാര്യത്തെയും സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു അത്. ഇതില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഥ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശരിക്കും ശരിയായ രീതിയിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ റാഅദ് മദീനയിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. 43 ആയത്താണുള്ളത്. സൂറത്തുൽ യൂസുഫ് എവിടെ അവതരിച്ചതായിരിക്കും? മക്കയിൽ അവതരിച്ചത്. സൂറത്തുൽ റാഅദ് എന്നാല് മദീനയിൽ അവതരിച്ചതാണ്. കാരണം എന്താണ്? അത് ഇടിനാദത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സൂറത്താണ്. അതാണ് മക്കയിലാണെന്നും പറയുന്നുണ്ട്, മദീനയിലാണെന്നും പറയുന്നുണ്ട്. അതായത് പിന്നെ അന്ത്യനാളിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മക്കയിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. 43 ആയത്താണുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റാ. ഇതൊക്കെ കേവലാക്ഷരങ്ങളാണ് കേട്ടോ. വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളാണ് അവ. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാകുന്നു. പക്ഷെ ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ സിംഹാസനസ്ഥനാവുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ പറ്റി നിങ്ങൾ ദൃഢബോധമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. അവനാണ് ഭൂമിയെ വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. എല്ലാ ഫലവൃക്ഷങ്ങളിൽ നിന്നും അവൻ അതിൽ ഈ രണ്ട് ഇണകളെ ഉണ്ടാക്കുന്നു. അവൻ രാത്രി കൊണ്ട് പകലിനെ മൂടുന്നു. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഭൂമിയിൽ തൊട്ട് തൊട്ട് കിടക്കുന്ന കണ്ടങ്ങളുണ്ട്. മുന്തിരിത്തോട്ടങ്ങളും കൃഷികളും ഒരു മുരടിൽ നിന്ന് പല ശാഖകളായി വളരുന്നതും വേറെ 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 മുരടുകളിൽ നിന്ന് വളരുന്നതുമായ ഈന്തപ്പനകളുമുണ്ട്. ഒരേ വെള്ളം കൊണ്ടാണ് അത് നനയ്ക്കപ്പെടുന്നത്. ഫലങ്ങളുടെ കാര്യത്തിൽ അവയിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ നാം മെച്ചപ്പെടുത്തുന്നു. തീർച്ചയായും അത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അവരുടെ ഈ വാക്ക് അത്രേ അത്ഭുതകരമായിട്ടുള്ളത്. ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുകയോ? അക്കൂട്ടരാണ് തങ്ങളുടെ രക്ഷിതാവയിൽ അവിശ്വസിച്ചവർ. അക്കൂട്ടരാണ് കഴുത്തുകളിൽ വിലങ്ങുകളുള്ളവർ. അക്കൂട്ടരാണ് നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. നബിയെ, നിന്നോട് അവർ നന്മയ്ക്ക് മുമ്പായി തിന്മയ്ക്ക് ശിക്ഷയ്ക്ക് വേണ്ടി തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാപരമായ ശിക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് താനും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യർ അക്രമം പ്രവർത്തിച്ചിട്ടുകൂടി
ഇറക്കപ്പെടാത്തത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി. ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നത് എന്താണെന്ന് അള്ളാഹു അറിയും. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് മാം. ഈ 6-ാമത്തെ ആയത്ത് മുതൽ ഒന്നുകൂടി പറയണമായിരുന്നു, കട്ടായിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒഴിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. മനുഷ്യൻ അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും തുടരെ കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ മലക്കുകളുണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയില്ല. തീർച്ചയാ ഒരു ജനതയ്ക്ക് വല്ല ദോഷം വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നത് അവനത്ര ജലഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു. അവനെ പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു. അവൻ ഇടിവാളുകൾ അയക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവർ അവിശ്വാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അശക്തമായി തന്ത്രപ്രയോഗത്തിനത്രേ അവൻ. അവനോടുള്ളത് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന. അവന് പുറമെ ആരോടെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരാരും അവർക്ക് യാതൊരു ഉത്തരവും നൽകുന്നതല്ല. വെള്ളം തന്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തന്റെ കൈകളും അവൻ അതിന്റെ നേരെ നീട്ടിക്കാണിക്കുന്നതിനെ പോലെ മാത്രമാകുന്നു അവർ. ആ വെള്ളം വായിൽ വന്നെത്തുകയില്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥന നഷ്ടത്തിൽ തന്നെയാകുന്നു. അള്ളാഹുവിനാണ് ആകാശങ്ങളും ഭൂമിയിലും ഉള്ളതെല്ലാം പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വമനസ്സോടെയും നിർബന്ധിതമായിട്ടും അപ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും അവരുടെ നിഴലുകളും അവന് പ്രണാമം ചെയ്യുന്നു. നബിയെ ചോദിക്കുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ്? പറയുക, അള്ളാഹു ആണ്. പറയുക, എന്നിട്ടും അവന് പുറമെ അവരവർക്ക് തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും തുല്യരാകുമോ? അഥവാ ഇരുട്ടുകളും വെളിച്ചവും തുല്യമാകുമോ? അതല്ല, അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളാക്കി വെച്ചവർ അവർ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തിയിട്ട് ഇരുവിഭാഗത്തിന്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതാവുകയാണോ ഉണ്ടായത്? പറയുക, അള്ളാഹു അത്ര എല്ലാ വസ്തുക്കളെയും സൃഷ്ടാവ്. അവൻ ഏകനും സർവാധിപതിയുമാകുന്നു. അവൻ അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു. എന്നിട്ട് താഴ്വരകളിലൂടെ അവയുടെ വലിപ്പത്തിന്റെ തോതനുസരിച്ച് വെള്ളമൊഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്നവയെ വഹിച്ചുകൊണ്ടാണ് വന്നത്. വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ തീയിലിട്ട് കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടാകുന്നു. അതുപോലെയാകുന്നു അള്ളാഹു സത്യതയും അസത്യവും ഉപമിപ്പിക്കുന്നത്. ആ നുര ചവറായി പോകുന്നു. മനുഷ്യർക്ക് ഉപകാരമുള്ളതാകട്ടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു. അപ്രകാരം അള്ളാഹു ഉപമകൾ വിവരിച്ചു തരുന്നു. തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണുള്ളത്. അവന്റെ ആഹാരം സ്വീകരിക്കാത്തവരാകട്ടെ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടിയും അവർക്കുണ്ടായിരുന്നാൽ പോലും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. അത് അവർക്കാണ് കടുത്ത വിചാരണയുള്ളത്. അവരുടെ സങ്കേതം നരകമെത്രേ. അത് വാസസ്ഥലം എത്ര മോശം. അപ്പോൾ നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അന്ധനായി കഴിയുന്ന ഒരാളെ പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അള്ളാഹുവോടുള്ള ബാധ്യത നിറവേറ്റുകയും കരാർ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും താൻ നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നവർ. അത്തരക്കാർക്ക് അനുകൂലമത്രേ ലോകത്തിന്റെ പര്യവസാനം. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായിരിക്കും അതിൽ പ്രവേശിക്കുന്നതാണ്. മലക്കുകൾ എല്ലാ വാതിലുകളിലൂടെയും അവരുടെ അടുക്കൽ വന്നിട്ട് പറയും, നിങ്ങൾ ക്ഷമ കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ അന്തിമഗൃഹം സ്വർഗം എത്ര മെച്ചം. ഇങ്ങനെ കുറെ ഭാഗങ്ങള് ഖുർആനില് സലാമും ഖൗലും റബ്ബി റഹീം എന്ന് പറയുന്നതും അള്ളാഹുന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം, സ്വർഗം എത്ര ഉത്തമമായ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടുവരുന്ന ആയത്തുകളാണ്. നമുക്ക് പ്രയാസം ഘട്ടങ്ങളിൽ ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. ഓക്കെ.
അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് 25-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അള്ളാഹുവോടുള്ള ബാധ്യത ഉറപ്പിച്ചതിന് ശേഷം ലംഘിക്കപ്പെടുകയും കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ അറുത്തു കളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാണോ ആരോ അവർക്കാണ് ശാപം, അവർക്കാണ് ചീത്ത ഭവനം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഉപജീവനം വിശാലമാക്കുകയും മറ്റു ചിലർക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ ഇഹലോക ജീവിതത്തിൽ സന്തോഷമടഞ്ഞിരിക്കുന്നു. പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാരമായ ഒരു സുഖാനുഭവം മാത്രമാകുന്നു. അവിശ്വസിച്ചവർ നബിയെപ്പറ്റി പറയുന്നു, ഇവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാവിങ്കൽ നിന്ന് വല്ല ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത്? നബിയെ പറയുക, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. പശ്ചാത്തപിച്ച് മടങ്ങിയവരെ തന്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് മംഗളം. മടങ്ങിച്ചെല്ലാനുള്ള നല്ല സങ്കേതം അവർക്ക് തന്നെ. അപ്രകാരം നിന്നെ നാം ഒരു സമുദായത്തിന് ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. അതിനു മുമ്പ് പല സമുദായങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നിനക്ക് നാം ദിവ്യ സന്ദേശമായി നൽകിയിട്ടുള്ളത് അവർക്ക് കൽപ്പിക്കപ്പെടാൻ വേണ്ടിയത്രേ നിന്നെ നിയോഗിച്ചത്. അവരാകട്ടെ പരമകാരുണികനായ ദൈവത്തിൽ അവിശ്വസിക്കുന്നു. പറയുക, അവനാണ് എന്റെ രക്ഷിതാവ്, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവന്റെ മേലാണ് ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നത്, അവനിലേക്കാണ് എന്റെ മടക്കം. പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം മൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അത് കാരണമായി ഭൂമി തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മുഖേന മരിച്ചവരോട് സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ കാര്യം മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലത്രേ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവൻ അവൻ നേർവഴിയിലാക്കുമായിരുന്നുവെന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ലേ? സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏതെങ്കിലും അത്യാപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ മടക്കസ്ഥാനത്തിന്റെ അടുത്തേക്ക് തന്നെ അത് ശിക്ഷ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം വന്നെത്തുന്നത് വരെ അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ചയായും നിനക്ക് മുമ്പും ദൂതന്മാർ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിശ്വസിച്ചവർക്ക് നാം സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് അവരെ ഞാൻ പിടികൂടുകയും ചെയ്തു. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു? അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരുന്നവൻ അള്ളാഹു യാതൊന്നറിയാത്തവനെ പോലെയാണോ? അവർ അള്ളാഹുവിന് പങ്കാളികളെ ആക്കിയിരിക്കുന്നു. നബിയെ പറയുക, നിങ്ങൾ അവരുടെ പേരൊന്ന് പറഞ്ഞു തരൂ. അതല്ല, ഭൂമിയിൽ അവൻ അള്ളാഹു അറിയാത്തൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അവന് പറഞ്ഞറിയിച്ചു കൊടുക്കുകയാണോ? അതല്ല, നിങ്ങൾ പറയുന്നത് ഉപരിപ്ലവമായ ഒരു സംസാരമാണോ? അല്ല, സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രം അലങ്കൃതമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു വല്ലവനെയും ദുർമാർഗത്തിലാക്കുന്ന പക്ഷം അവനെ നിർവഴിയിലാക്കാൻ ആരുമില്ല. അവർക്ക് ഇഹലോക ജീവിതത്തിൽ ശിക്ഷയുണ്ടായിരിക്കും. പരലോക ശിക്ഷയാകട്ടെ ഏറ്റവും വിഷമമേറിയത് തന്നെയായിരിക്കും. അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തങ്ങളെ കാത്തുരക്ഷിക്കാൻ ആരുമില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ഉപമ വിവരിക്കാം. അതിന്റെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികൾ അതിന്റെ തണലുകളും ശാശ്വതമായിരിക്കും. അതത്തിലെ സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനം, സത്യനിഷേധികളുടെ പര്യവസാനം നരകമാകുന്നു. മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കാണോ അവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഖുർആൻ സന്തോഷം കൊള്ളുന്നു? ആ കക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ചില ഭാഗം നിഷേധിക്കുന്നവരുമുണ്ട്. പറയുക, അള്ളാഹുവെ ഞാൻ ആരാധിക്കണമെന്നും അവനോട് ഞാൻ പങ്കു ചേർക്കരുതെന്നും മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവനിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്ക് തന്നെയാണ് എന്റെ മടക്കവും. അപ്രകാരം ഇതിന് ഖുർആനെ അറബി ഭാഷയിലുള്ള ന്യായപ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന യാതൊരു രക്ഷാധികാരിയും യാതൊരു കാവൽക്കാരനും നിനക്ക് ഉണ്ടായിരിക്കുന്നതല്ല. നിനക്ക് മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട്. ഒരു ദൂതനും അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. ഓരോ കാലാവധിക്കും ഓരോ പ്രമാണ ഗ്രന്ഥമുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മൂലഗ്രന്ഥം അവന്റെ പക്കലാണുള്ളത്. നാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ ശിക്ഷാ നടപടികളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നിന്റെ ജീവിതം നാം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന പക്ഷം ഇത് രണ്ടിലേതൊന്ന് സംഭവിക്കുന്നതെങ്കിലും നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേ ഉള്ളൂ. അവരുടെ കണക്ക് നോക്കുന്ന ബാധ്യത നമുക്കാകുന്നു. നാം അവരുടെ ഭൂമിയിൽ നിന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? അള്ളാഹു വിധിക്കുന്നു. അവന്റെ വിധി ഭേദഗതി ചെയ്യാൻ ആരും തന്നെയില്ല. അവൻ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനത്രേ. ഇവരുടെ മുമ്പും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ തന്ത്രം അള്ളാഹുനുള്ളതാണ്.
ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നു. ലോകത്തിന്റെ പര്യവസാനം ആർക്കനുകൂലമാണെന്ന് സത്യനിഷേധികൾ അറിഞ്ഞുകൊള്ളും. നീ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ലെന്ന് സത്യനിഷേധികൾ പറയുക, എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായ അള്ളാഹു മതി. ആരുടെ പക്കലാണ് വേദവിജ്ഞാനമുള്ളത് അവരും മതി. അൽഹംദുലില്ലാ. അടുത്ത ഭാഗം സൂറത്തുൽ ഇബ്രാഹിം ആണ്. അതില് 52 വചനങ്ങളാണുള്ളത്. സൂറത്തുൽ ഇബ്രാഹിം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ 9ാമത്തെ തലമുറയാണ്. ഓക്കെ, 9ാമത്തെ തലമുറയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ 9ാമത്തെ തലമുറ. നൂഹ് അലൈഹി ഇസ്ലാം വരെയുള്ള കാലഘട്ടത്തിന് ശേഷം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ് പ്രളയം ഉണ്ടാകുന്നതും. അങ്ങനെ നൂഹ് അലൈഹി ഇസ്ലാം കുറച്ച് ആളുകൾ മാത്രമായിക്കൊണ്ട് പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കാലഘട്ടമാണ്, അതുവരെ ഉണ്ടായ ഒരു കാലഘട്ടം. നൂഹ് അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള കാലഘട്ടം മറ്റൊരു കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന തലമുറ ആയതുകൊണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആയതുകൊണ്ട് തന്നെ അത് കാലഘട്ടങ്ങൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 900-നും 1000-നും ഇടയിലുള്ള 1000 വർഷങ്ങൾക്ക് ഇടയിലാണ് ഈ കാലഘട്ടം 9 തലമുറ വന്നത് എന്നാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആസിർ എന്ന പേരിലാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാമും തമ്മിലുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിംബാരാധനയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം അതില് ഇബ്രാഹിം അലൈഹി ഇസ്ലാം താമസിക്കുന്ന സ്ഥലം ഇറാഖിന്റെ പ്രദേശങ്ങളായിരുന്നു എന്നാണ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മെസപ്പൊട്ടോമിയൻ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ കാലഘട്ടമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം. ബാബിലോണ് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഉണ്ടാവും ബാബിലോണിലെ. അപ്പൊ അതൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത്. പല രേഖകളും ആ സമയത്തുള്ള രേഖകളൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബാഗ്ദാദ്, അതായത് പിന്നെ ഇന്നത്തെ ഇറാഖിന്റെ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ ബാബിലോൺ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണം ഉണ്ടായിരുന്നത് എന്നാണ്. ഇപ്പം അതൊക്കെ ശൂന്യമായി കിടക്കുന്ന മരുഭൂമി മാത്രമാണ്. പക്ഷെ ഒരു കാലത്ത് ഏറ്റവും വലിയ നാഗരികതയുടെ ഭാഗമായിക്കൊണ്ടായിരുന്നു ബാബിലോണൊക്കെ ഉണ്ടായിരുന്നത്. ചന്ദ്രനെ ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ പ്രളയം ഉണ്ടായതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന പ്രളയമാണ് അതെന്നാണ് പറയുന്നത്. അല്ലാഹു അലം. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ആ വിഗ്രഹാരാധന അതായിരുന്നു എന്ന് ഊഹിക്കണം. നമുക്ക് സൂര്യചന്ദ്രനെയൊക്കെ ആരാധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ക്ഷേത്രങ്ങളിലെ പൂജാരിയായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് എന്നാണ് പറയപ്പെടുന്നത്. ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്ന ആളായിരുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം തന്നെ എതിർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വഹി നൽകിയത്. അതായത് അദ്ദേഹത്തിന് അറിവ് നൽകിയപ്പം അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഓരോന്ന് കാണിച്ചിട്ട് ഇതാണ് ദൈവം, ഇതാണോ ദൈവം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമായ ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അൽ ബക്രയിലെ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് പിന്നെ ജീവിപ്പിക്കുന്നവനും മരപ്പിക്കുന്നതുമാണ് ദൈവം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാവ് പറയും, ഞാൻ ഇയാളെ ജീവിപ്പിച്ചു, ഇയാളെ ഞാൻ കൊല്ലുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തത് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനില്ലേ ആരാധന ചെയ്യാൻ അർഹതപ്പെട്ടവരെന്ന് ചോദിച്ചപ്പം പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്തത് എന്താ വെച്ചാൽ എന്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് നിന്ന് അസ്തമിപ്പിക്കുന്നു. എന്നാൽ നീ എന്ത് ചെയ്യണം?
ഈ പടിഞ്ഞാറ് നിന്ന് ഒതുപ്പിക്കുക, എന്നാലും ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയും അങ്ങനെ രാജാവിന് ഉത്തരം കിട്ടാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം നല്ല യുക്തിയോട് കൂടിയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് സംശയം, ഈ റാദ് സൂറത്ത് മരണാസന്നായി അടുത്ത് ഓതണത് എന്താ, അതിൻ്റെത് എന്താണ്? അത് ഹദീസ് കൊണ്ടൊന്നും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവരവർക്ക് വേണമെങ്കിൽ ഓതാമെന്നുള്ളതല്ലാതെ ഹദീസ് കൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ചെയ്തതായിട്ടോ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എല്ലാ സൂറത്തും ഓതാം. ഇത്രയും ഭാഗമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കുറിച്ചുള്ള കഥയിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് അതിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റ. മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. അതായത് പ്രതാപിയും സ്തുത്യർഹനുമായിട്ടുള്ളവന്റെ മാർഗത്തിലേക്ക്. ആകാശങ്ങളിലുള്ളതിന്റെയും ഭൂമിയിലുള്ളതിന്റെയും ഉടമയായ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ കൊണ്ടുവരുവാൻ വേണ്ടി സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയാൽ മഹാനാശം തന്നെ. അതായത് പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും അതിന് ആ മാർഗത്തിന് വക്രത വരുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ്, അക്കൂട്ടർക്കാണ് വിദൂരമായ വഴികേടുണ്ടാകുന്നു. യാതൊരു ദൈവദൂതനെയും തന്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിൽ ആക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവനെത്ര പ്രതാപിയും യുക്തിമാനുമായിട്ടുള്ളവൻ. നിന്റെ ജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നാളുകളെ പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് മൂസയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയക്കുകയുണ്ടായി. തികഞ്ഞ ക്ഷമാശീലമുള്ളവരും ഏറെ നന്ദിയുള്ളവരുമായ എല്ലാവർക്കും മുതൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ച. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ ആസ്വദിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും നിങ്ങളുടെ പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിറഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക. അതിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ. മൂസ പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ള മുഴുവൻ പേരും കൂടി നന്ദികേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നൂഹിന്റെ ജനത, ആദ് സമുദായങ്ങൾ, അവർക്ക് ശേഷമുള്ള അള്ളാഹുവിന് മാത്രം കൃത്യമായി അറിയാവുന്ന ജനവിഭാഗങ്ങൾ എന്നിവരെ എല്ലാം അടങ്ങുന്ന നിങ്ങളുടെ മുൻഗാമികളെ പറ്റിയുള്ള വർത്തമാനം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ അവർ തങ്ങളുടെ കൈകൾ വായയിലേക്ക് തിരികെ മടക്കിക്കൊണ്ട്, നിങ്ങൾ എന്തൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി ഞങ്ങൾ അവിശ്വാസജനകമായ സംശയത്തിലാണ് എന്ന് പറയുകയുമാണ് ചെയ്തത്. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ പറഞ്ഞു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനും നിർണിതമായ ഒരു അവധി വരെ നിങ്ങൾക്ക് സമയം നീട്ടിത്തരുവാനുമായി അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവർ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു. ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വ്യക്തമായ വല്ല രേഖയും നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരൂ. അവരിലേക്കുള്ള ദൈവദൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. എങ്കിലും അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരോട് ഔദാര്യം കാണിക്കുന്നു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ നിങ്ങൾക്ക് യാതൊരു തെളിവും കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്കാവില്ല. അള്ളാഹുവിന്റെ മേലാണ് വിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അള്ളാഹു ഞങ്ങളെ ഞങ്ങളുടെ വഴികളിൽ ചേർത്ത് തന്നിരിക്കെ അവന്റെ മേൽ വരമേൽപ്പിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചതിനെ പറ്റി ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ മേലാണ് വരമേൽപ്പിക്കുന്നവരെല്ലാം വരമേൽപ്പിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്. ഇതുവരെ എടുക്കാം. സൂറത്തുൽ ഇബ്രാഹിം 12 വരെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം
അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹുമ്മ ബാരിക്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله غنيني بفضلك من سواك. ربي انزلني منزلا مباركا انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. ربي انزلني منزلا مباركا انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. اللهم اغفر لي وارحمني وجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. اللهم انا نسالك جنات الفردوس الاعلى. اللهم انا نسالك جنات الفردوس الاعلى. اللهم انا نسالك جنات الفردوس الاعلى. ربي انزلني منزلا مباركا انت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. ربي اني لما انزلت الي من خير فقير. ربي اني لما انزلت الي من خير فقير. ربي اني لما انزلت الي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري آمين يا رب العالمين. ربي إني لما أنزلت إلي من خير فقير آمين يا رب العالمين. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى آمين يا رب العالمين. يا أرحم الراحمين يا الله يا الله يا ذا الجلال الإكرام يا الله അയ്യുൽ ഖയ്യൂമായ അല്ലാഹുവേ, അഹദും സമദുമായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരികയും അല്ലാഹു ഈ മജ്‌ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും അല്ലാഹു ഈ മജ്‌ലിസിനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഇജാബത്തുള്ള ഉത്തമമായ കൂട്ടായ്മയായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണമേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, ഞങ്ങൾ കച്ചവടങ്ങളിൽ നിന്ന് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ഞങ്ങളുടെ സന്തതി പരമ്പരകളെ ഉത്തമരായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് കൂടി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ഹാഫിലിങ്ങളും ഖുർആന്റെ അഹൽക്കാരെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെയും നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരിലും അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യം നൽകി ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ. നിനക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി ഞാൻ അല്ലാഹുവേ നീ നൽകിയ ആയുസ്സിനെ അല്ലാഹു ഏറ്റവും ഉത്തമമായ രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് കൂടി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മടക്കസ്ഥാനം അല്ലാഹു ഉന്നതമായ സ്ഥാനത്തോടു കൂടി ആക്കി തരണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, മലക്കുകൾ അല്ലാഹു സലാം ചൊല്ലി വിളിക്കുന്ന നിന്റെ ഉത്തമരടിമകളാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, സ്വർഗ്ഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ഞങ്ങളെ നിന്നോട് എല്ലാ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും അല്ലാഹു നിന്നിലേക്ക് ഞങ്ങളെ അഭയം തേടുന്നു. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹു, ഞങ്ങൾക്കത് നേടിയെടുക്കാനുള്ള കഴിവുകളില്ല അല്ലാഹുവേ. നീ നൽകിയതല്ലാതെ, നിന്റെ ഔദാര്യമായി നൽകിയതിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും കഴിയുകയില്ല. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, നിന്റെ കാരുണ്യന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹുവേ നിന്റെ എല്ലാ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് നീ ഇറക്കി തരികയും നീ ഭൂമിയിലേക്ക് ഇറക്കിയ എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും എല്ലാ സത്യവിശ്വാസികളും ചോദിച്ച എല്ലാ അനുഗ്രഹങ്ങളും നിന്നോട് ഞങ്ങളും ചോദിക്കുന്നു. അല്ലാഹുവേ, അവർ അഭയം തേടിയ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, അസുഖങ്ങൾ കൊണ്ടും മാറാരോഗങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, അതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളെ സമൂഹങ്ങളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ, നിന്റെ ഭവനങ്ങളിൽ വന്ന് അല്ലാഹുവേ സുജൂദ് ചെയ്യാനും അല്ലാഹുവേ നിനക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഞങ്ങൾക്ക് ഇബാദത്തുകൾ ചെയ്യാനും
അതിൽ ഞങ്ങളെ മനസ്സിന് സമാധാനം അടയാനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അല്ലാഹു സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അഅലയിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അഅലയിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ ബന്ധുമിത്രാദികളെയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെ നാടുകൾക്ക് അല്ലാഹുവേ സമാധാനം നൽകണമേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങൾക്ക് മേലധികാരികളായി നീ നൽകരുത്. യാ റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങളെ ഭരണകർത്താക്കൾക്ക് അല്ലാഹു നിർബുദ്ധിയും സൽബുദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കുന്നവരെ അല്ലാതെ ഞങ്ങൾക്ക് അല്ലാഹുവേ ഭരണകർത്താക്കളാക്കി നീ നൽകരുത്. യാ റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങള് അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പരിപൂർണമായി ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അഅലയിൽ അല്ലാഹുവേ നീ ഔദാര്യമായി പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. യൂസുഫ് സൂറത്തിന്റെ കുറച്ച് ഭാഗം കേട്ടില്ല, അത് റെക്കോർഡിലുണ്ടാവും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. യൂസുഫ് സൂറത്തിലെ കുറച്ച് ഭാഗം എനിക്ക് കേട്ടില്ല, അതിൽ റെക്കോർഡിലുണ്ടാവൂലേ? ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. റെക്കോർഡിംഗ് കേട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അലൈക്കും وعليكم السلام ورحمة الله وبركاته.